എൻ്റെ പേര് സജ. ഞാൻ +1 +2 UPSC പഠിച്ചു. ഇപ്പോൾ M9 റിപ്പീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ നല്ലൊരു സ്കോർ, പ്രതീക്ഷയുടെ സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലോണം പഠിക്കാൻ പറ്റി, വിചാരിച്ച പോലെ എക്സാം ആവാൻ പറ്റി. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. എൻ്റെ ഉപ്പ ഉമ്മ ദ ഹോൾ ഫാമിലി മെമ്പേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട് ദ ജേർണി. ഞാൻ ഏറ്റവും ക്രെഡിറ്റ് മൊത്തം കൊടുക്കുന്നത് യൂണിവേഴ്സൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണ്. സ്ഥാപനത്തിനോട് തീരാത്ത കടപ്പാടുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫസ്റ്റിന് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരെ AF സാറാണ്. ത്രൂ ഔട്ട് ദ ജേർണി ഹി വാസ് ലൈക്ക് എ പില്ലർ ഫോർ മീ. മൂഡ് ഓഫ് ആയാലും ഒക്കെ ഫസ്റ്റ് AF സാറെ തന്നെ അപ്രോച്ച് ചെയ്തിരുന്നത്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇനി നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ഫോർ ദ സക്സസ് ഈസ് കോൺഫിഡൻസ്. ഏറ്റവും കൂടുതൽ ആവശ്യം കോൺഫിഡൻസ് ആണ്. ഇഫ് യു സ്റ്റാർട്ട് ബിലീവിങ് യുവർ സെൽഫ്, മിറാക്കിൾ സ്റ്റാർട്ട്സ് ഹാപ്പനിങ് എന്നാണ്. എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഞാൻ +2 നമുക്ക് നീറ്റ് കിട്ടാതിരിക്കാനുള്ള മെയിൻ റീസൺ തന്നെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയായിരുന്നു അന്ന് എക്സാം ഹാളിലുണ്ടായിരുന്നത്. ഇതിനേക്കാളും കഷ്ടമായിരുന്നു. എന്താ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പം തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു ഞാൻ ഇതും കൊണ്ടേ പോവിടുന്നുള്ളത്. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. അതേപോലെ തന്നെ അൽഹംദുലില്ലാ നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്. അല്ല, ഇപ്രാവശ്യം റിസൾട്ട് വന്നാൽ തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും അത്രക്കൊരു കോമ്പറ്റീറ്റീവ് ആ ഒരു എക്സാമായി നീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു ഹാർഡ് വർക്ക്, എഫേർട്ട് എടുക്കാൻ ഒരു മടി ഉണ്ടാകാൻ പാടില്ല. അത് ഹാർഡ് വർക്ക് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റിന് യു ഷുഡ് ഹാവ് എ ഡ്രീം. ഒരു സ്വപ്നം ഉണ്ടാവണം. ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾ എവിടെ എത്തണം എന്നുള്ളൊരു സ്വപ്നം നമുക്ക് ഉണ്ടാവണം. എന്നാലേ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. സോ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഞാൻ പഠിച്ച സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അന്ന് എടുക്കുന്നത് ഞാൻ അന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റ് എക്സാം ആകുമ്പോഴേക്ക് UPSC എല്ലാ മൊഡ്യൂളും ഞാൻ തീർത്തിട്ടുണ്ട്. റിപ്പീറ്റേഴ്സിന് തന്ന മൊഡ്യൂളിൽ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. MTG ഒക്കെ ഞാൻ വിചാരിച്ച ബുക്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നീറ്റ് എക്സാം ആകുമ്പോഴത്തേന്. അങ്ങനെ ഒരു നല്ലൊരു റിവിഷൻ ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 മാസം കൊണ്ട് നീറ്റിന് ഒരാഴ്ച മുന്നേ ഞാൻ എന്തൊക്കെ പഠിക്കണം ഒക്കെ നല്ല എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നന്ന് എടുക്കുന്ന കാര്യം അന്നന്ന് തന്നെ പഠിച്ചു. ഒരാഴ്ചയിലെ സൺഡേസ് ലീവിന് ഞാൻ എന്താണോ ഒരാഴ്ച ചെയ്തത് അത് മൊത്തം റിവൈസ് ചെയ്തു. റിവിഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ക്രാക്ക് നീറ്റ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ദേ ആർ ദ പില്ലേഴ്സ്, അവരെ ഞാൻ ഓർക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഈ വർഷം ഞാൻ ഏറ്റവും സ്കോർ ചെയ്തത് കെമിസ്ട്രിയിലാണ്. ഇനിയിപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.